അപ്പൊ തുടങ്ങാല്ലേ? റോബിൻ രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി. അതെ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? ചില ചോദ്യങ്ങൾ. ചോദിച്ചോ. റോബിൻ ജയിക്കോ? ഞാൻ തന്നെയാണ് ജയിക്കാൻ പോണത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാൻ. നമ്മുടെ NDA തന്നെയാണ് ജയിക്കാൻ പോണത്. നമുക്ക് കഴിഞ്ഞതിന് മുൻതവണ മേഴ്സിക്കുട്ടിയമ്മ ജയിച്ച മണ്ഡലമാണ്. PC വിശ്വനാഥ് തിരിച്ചു പിടിച്ച മണ്ഡലമാണ്. അത്തരമൊരു മണ്ഡലം NDAക്ക് ലഭിക്കുമെന്ന് പറയുന്നതിന്റെ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു? 3 പോയിന്റുകൾ പറയണം. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാ. കഴിഞ്ഞ 5 വർഷമായിട്ട് കോൺഗ്രസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത 5 വർഷവും കോൺഗ്രസ് ഒന്നും ചെയ്യാൻ പോണില്ല. എടാ, അങ്ങനെ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വോട്ട് കെഞ്ചി നടക്കത്തില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 5 വർഷം കഴിഞ്ഞ് ഞാനാണെങ്കിൽ പോയിട്ട് എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയത്തില്ല. ഡിസർവിങ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. പ്രചാരണത്തിന് ഇറങ്ങില്ല, ജയിച്ച ആള് പിന്നെ പ്രചാരണത്തിന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇത്തവണ ജയിച്ചാൽ അടുത്ത തവണ റോബിൻ പ്രചാരണത്തിൽ ഉണ്ടാവില്ല. ഇത്തവണ ഞാൻ എന്തുകൊണ്ട് ഇറങ്ങുന്നറിയോ? ഞാൻ ഈ മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ എനിക്കറിയത്തില്ല, അവര് തന്നു. എങ്ങനെ അബദ്ധം? സത്യം പറഞ്ഞ ഇപ്പൊ സർക്കാർ LDF ആയതുകൊണ്ട് ശരിക്കും LDF ഒന്നും പ്രചാരണം നടത്തേണ്ട ആവശ്യമേ ഇല്ല. ഇല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്? അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വോട്ടായിട്ട് അവരെന്ത് ചെയ്യും? ഡിസർവിങ് ആണെന്നെങ്കിൽ വോട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന പോലും നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഫ്രണ്ടിലാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഈ പ്രാവശ്യം അവസരം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 1 വർഷം 6 മാസം തൊട്ട് 1 വർഷം വരെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ 4 വർഷം പോക്കാം. ഇവരൊക്കെ പൊളിറ്റീഷ്യൻസാ. അതാണ് മെയിൻ പ്രശ്നം. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോഴാണ് ആയത്. ഞാൻ ഇതിനു മുന്നേ ഒരു പ്രൊഫഷണലായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. 7-8 വർഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഡോക്ടറാണ്. മനുഷ്യരുടെ ഇമോഷൻ, വിഷമം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ബീങ് കൂടെ ഞാൻ. അത് മാത്രമല്ല, ഒരു മതമോ അല്ലെങ്കിൽ ഒരു ആളിൻ്റെ കളറോ കാര്യങ്ങളോ വെച്ചിട്ടല്ല ഞാൻ ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനാണ് ഞാൻ മാക്സിമം വില കൊടുക്കുന്നത്. ഞാൻ BJPയുടെ ഒരു മെമ്പറാണ്. അത് മാത്രമല്ല, ഇപ്പം നിയമസഭ ഇലക്ഷനിൽ അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് പെട്ടെന്ന് കിട്ടുക, നിയമസഭ ഇലക്ഷനിൽ കിട്ടുക. അപ്പോൾ അത് ചുമ്മാ തരത്തില്ലല്ലോ. ആരും എന്നെ റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല. അവർ ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നത്. ഞാനല്ല വേറെ ഒരു NDA ഇതിൽ വന്ന ഒരാളല്ല. ഇച്ചിരി കൂടുതലല്ലേ? ഒരിക്കലും ഇല്ല. പാർട്ടിയോട് ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് കുണ്ട്രാ? ഇല്ല, എനിക്കറിയത്തില്ല. അതിന്റെ റീസൺ എനിക്കറിയത്തില്ല. ഇപ്പോഴും അറിയില്ല. പാർട്ടി എൻ്റെ അടുത്ത്, ഞാൻ ഈ ലിസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ് കൊണ്ടുവരുന്നത്. എനിക്കല്ലാതെ കൊണ്ടുവരുന്ന പറയുമ്പോൾ ഞാൻ ഈ പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന ബോർഡിൽ കണ്ടൊരു സ്ഥലം ഒന്ന് മാത്രം. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.